ശ്രീ റജി ലൂക്കോസ്, നിങ്ങളുടെ പക്ഷത്തെ നിലപാടുകളെ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളും വിശ്വാസികളോടൊപ്പം നിൽക്കുന്നതും ശബരിമല വികസനത്തിനുമായി നിൽക്കുന്ന നിങ്ങളോടൊപ്പമുള്ള നിലപാടുകളെ പിന്തുണച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും വലിയ കലഹമാണ് കോൺഗ്രസ്സിലും ബി ജെ പിയിലും നടക്കുന്നത്. ബി ജെ പിയുടെ മിഷൻ 2030 മിഷൻ 2030 അത് പൊളിയുന്നു. കോൺഗ്രസിൻ്റെ തദ്ദേശവും നിയമസഭയും മുന്നിൽ കണ്ട പല കാര്യങ്ങളും പൊളിയുന്നു. ഏതാണ്ട് ഒരു 50ഓളം മണ്ഡലങ്ങളിൽ കൃത്യമായി ഭീഷണിയാണ് രൂപപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയാണ് നിരീക്ഷകർ പറയുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത? എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ കാണുന്നത്? അജിംഷാദ്, കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ഗതിമാറ്റത്തിന്റെ സൂചനകളും വസ്തുതാപരമായിട്ടുള്ള സത്യങ്ങളുമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമദൂരം എന്ന കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ടുള്ള NSSന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ശരിയുടെ ദൂരത്തിലേക്ക് അവർ വന്നിരിക്കുന്നു. ആ ശരിയുടെ ദൂരം എന്താണ്? ശബരിമല അയ്യപ്പന്റെ ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അയ്യപ്പ വിശ്വാസം സംരക്ഷിക്കുന്നതിനും അതിന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനും ഏറ്റവും മുൻപിൽ നിന്ന ഒരു സംഘടന എന്ന് പറയുന്നത് NSS ആണ്. വാസ്തവത്തിൽ NSSന്റെ ആ നിലപാടാണ് പിന്നീട് മറ്റ് BJP കോൺഗ്രസ്സുകാരെ ഏറ്റുപിടിച്ചുകൊണ്ട് ശബരിമല കോലാഹലങ്ങളെല്ലാം ഇവിടെ നടത്തിയത്. പക്ഷെ NSSന്റെ നിലപാടിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു. എന്താണ്? അവരൊറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അവർ കലാപത്തിനൊന്നും പോയില്ല. അവര് ഒരു നാമജപ ഘോഷയാത്ര നടത്തി അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നത് മാത്രമുള്ള നിലപാടെടുത്തു. ആ നിലപാടിൽ അവർ ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ മാറ്റം എവിടെയാണ്? അതാണ് കേരളം തിരിച്ചറിയുന്നത്. ആ മാറ്റം ഇതാണ്: കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാരാണ് യഥാർത്ഥത്തിൽ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം വളരെ ഇത്തിരി വൈകിയാണെങ്കിൽ NSSന് അത് ബോധ്യപ്പെട്ടെന്നുള്ളതാണ് ഇപ്പോൾ NSS എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് കേരളത്തിലെ വലിയൊരു ജനവിഭാഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഒരു ഉദാഹരണം പറയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സനോജുമായിട്ടുള്ള ആ ടെലിഫോൺ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. സനോജ് ചോദിക്കുന്നു, കോൺഗ്രസ് നേതാക്കളോ അല്ലെ UDF നേതാക്കളോ ഇപ്പോൾ NSSുമായിട്ട് അഭിപ്രായ സ്വരൂപണത്തിന് വേണ്ടി ബന്ധപ്പെടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അങ്ങനെ ഒരു വിഷയമേ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. അതായത് കോൺഗ്രസ് തങ്ങളോടൊപ്പം NSS എക്കാലത്ത് നിൽക്കും, തങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് NSSനെ പരിഗണിക്കാതെ അവരെ അവഗണിച്ചുകൊണ്ടിരുന്ന എക്കാലത്ത് നമുക്ക് ഒപ്പം നിൽക്കും എന്നുള്ള ഒരു വിദ്യാധാരണയിൽ അവഗണിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെ അവഗണിക്കുകയാണ് NSS എന്ന് പറയുന്ന ധീരമായ നിലപാടുകൾ മാത്രം സ്വീകരിച്ചിട്ടുള്ള സുകുമാരൻ നായരുടെ വാക്കുകൾ എന്നാണ് ഇന്ന് നമ്മൾ കേട്ടത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുടെ തുടക്കം കുറിക്കുന്നു. ആ തുടക്കം എന്ന് പറയുന്നത് അജിംഷാദോട് പറഞ്ഞത് കൃത്യമാണ്. നമുക്കൊക്കെ അറിയാം, രാഷ്ട്രീയത്തിലിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, 5 ജില്ലകളിൽ പ്രത്യേകിച്ച് 50-51 നിയോജക മണ്ഡലത്തിലെ നിർണായക ശക്തിയാണ് NSS എന്ന് പറയുന്നത്. കേരളത്തിലെ മറ്റെല്ലാ നിയോജക മണ്ഡലങ്ങളിലും അവർക്ക് അവരുടേതായ ഒരു പങ്കുണ്ട് വോട്ടിൽ അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിൽ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ആ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ NSS പ്രവർത്തകർ എന്ന് പറയുന്നത് ഒരു ചരടിൽ കോർത്ത ഒരു വലിയ രീതിയിലുള്ള ഒരു സംഘടനയാണ്. അതാണ് സുകുമാരൻ നായർ നമ്മുടെ ഈ ചർച്ചയ്ക്ക് മുമ്പും അതിനു മുമ്പും ഒക്കെ അദ്ദേഹം പറഞ്ഞ എന്താ, പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കട്ടെ, അതൊക്കെ നേരിടാനുള്ള ഞങ്ങൾക്കുണ്ട്. ഇതുമായിട്ട് രമ്യതപ്പെടുത്താനായിട്ട് NSS പെരുന്നയുടെ പടി കയറാൻ ആരും വരണ്ട എന്ന് അദ്ദേഹം മിനിഞ്ഞാന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഭയന്നുപോയ തങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവൻ രാഷ്ട്രീയമായിട്ട് തകർന്ന കോൺഗ്രസിന്റെ നേതൃത്വം 3 പേരെ പറഞ്ഞു വിട്ടു. ആരൊക്കെയാണ്? കൊടുക്കുന്നിൽ സുരേഷ് സ്ഥല MP ആണ്, രണ്ടാമത് PJ കുര്യൻ സാറ്, മൂന്നാമത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇപ്പോൾ ഇത് കേട്ടോളൂ, ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് MP. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ ഒരു വസ്തുതയുണ്ട്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ നിരാശയുള്ളതാണ്. തനിക്കൊന്നും പറയാൻ പറ്റുന്ന അവകാശം അധികാരികളെന്ന് അദ്ദേഹം പറയണേ. പക്ഷേ ഇന്നലെ സുകുമാരൻ നായരോട് ഈ കാര്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞെന്താ, ഇവിടെ വരുന്നവരെ ഒക്കെ ഞങ്ങൾ പറഞ്ഞു വിടുവാന്ന് പറഞ്ഞത്. അതായത് UDFനും കോൺഗ്രസിനും എന്നേക്കും താൽക്കാലികമായിട്ടാണെങ്കിലും താൽക്കാലികം എന്ന് പറയാൻ പറ്റില്ല, എന്നേക്കുമായി ശരിയുടെ സമീപനം സ്വീകരിച്ച ശരിദൂരം സ്വീകരിച്ച NSS എന്ന് പറയുന്ന മഹത്തായ മന്നത്ത് പത്മാവിന്റെ കയ്യൊപ്പുള്ള ആ സംഘടന അവരെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നു. കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന്റെ സുരക്ഷ, വികസനം, ആചാരങ്ങളെ സംരക്ഷിക്കുന്നതിൽ, ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ ഞാൻ തിരിച്ചെത്താം റജി ലൂക്കോസ്.